Hello everyone, welcome back to Silent Learning. It's me, Jamshad. Today we are going to learn the complete poem, actually the road not taken. ഈ ഒരു ചാപ്റ്ററിന്റെ അതിന്റെ ഒരു സമ്മറി, അതിന്റെ ഷോർട്ട് നോട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആൻഡ് മെയിൻലി എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ഫോർ യു അപ്കമിങ് എക്സാമിനേഷൻ. എക്സാമിനൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാമിന് വരുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് വുഡ് ബി സൂപ്പർ യൂസ്ഫുൾ ഫോർ യു അപ്കമിങ് എക്സാമിനേഷൻ. നോക്കാം, ദ റോഡ് നോട്ട് ടേക്കൻ ആക്ച്വലി one of my favorite poem and the poet Robert Frost. Yes, whatever, let's get into the chapter. The poem revolves around a general problem. ഒരു ജനറലി ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലത്തെ പറ്റിയിട്ടാണ് ഈ ഒരു കവിത പറയുന്നത്. That one faces in life. ഒരാൾ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിലുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് നമുക്ക് ആക്ച്വലി ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നത്. It is of making a choice in life. Definitely, we also have to make a choice. We can say that in life, after the 10th class, you also have to choose something, അല്ലെങ്കിൽ one thing. ഓക്കെ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓക്കെ, ആ ചോയ്സ് ഉണ്ടായിരിക്കും. ഒരു ചോയ്സ് ജീവിതത്തിൽ എപ്പോഴും ചോയ്സുകൾ നമുക്ക് നേരിടേണ്ടി വരും. വീട്ടിൽ ഒന്നുമില്ല, ഹോട്ടലിൽ പോയിട്ട് സദ്യ വേണോ ബിരിയാണി വേണോ അല്ലെങ്കിൽ മന്തി വേണോ എന്ന് ചോയ്സ് വരും. ഇത് മൂന്നും കൂടി നമുക്ക് സെറ്റ് ആവില്ലല്ലോ. ഏതായാലും ലൈഫ് ഗീവ്സ് അസ് മെനി ഓപ്പർച്യൂണിറ്റീസ്. ജീവിതം നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് തരും. ആൻഡ് വൺ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. ഒരു തീരുമാനമെടുക്കണം, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കണം. അതാണ് നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കണം, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ആവണം തീരുമാനിച്ച് നമുക്ക് പിന്നെ അത് കുറേ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റെ സീനല്ല, എൻ്റെ ഫീൽഡല്ല, എന്നിട്ട് മറ്റൊരു ഫീൽഡിലേക്ക് പറഞ്ഞാൽ ഇറ്റ്സ് റിസ്കി. ഓക്കെ, അതുപോലെ നമ്മളൊരു തീരുമാനം എടുക്കണം, അത് അത്രയും ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്, എന്നിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും വേണം. ആൻഡ് വൺ കാൺട്ട് ഗെറ്റ് എവറിത്തിങ് ഇൻ ലൈഫ്. ഒരാൾക്ക് എല്ലാം ജീവിതത്തിൽ നേടാൻ കഴിയുമോ? ഒരാൾക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അതുപോലെ തന്നെ ടീച്ചർ ആവണം, അതുപോലെ തന്നെ മറ്റു പല ഡ്രൈവർ ആവണം. എല്ലാ പ്രൊഫഷനും കൂടി ഒരുമിച്ച് എല്ലാം പഠിക്കാം, പക്ഷെ എല്ലാം കൂടി പ്രൊഫഷൻ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ that's not possible. The decision taken can sometimes be wrong also, but the choice has to be made. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായി പോകും, പക്ഷെ ആ തീരുമാനം അവിടെ എടുത്തിരിക്കണം. The choice affects our life. ഡെഫിനറ്റ്ലി ഏതൊരു തീരുമാനവും നമ്മുടെ ജീവിതത്തെ എന്താകും എഫക്റ്റ് ചെയ്യുന്നത്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. ബട്ട് ദ സ്റ്റെപ്പ് വൺസ് ടേക്കൻ cannot be retraced. ഒരാളെടുത്ത തീരുമാനത്തെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, അത് മാറ്റി തിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ തീരുമാനം ഇനി ടൈം ട്രാവൽ വല്ലതും ചെയ്യേണ്ടി വരും, അല്ല നടക്കില്ല. പ്ലസ് വണ്ണിൽ നമ്മൾ ഏത് കോഴ്സ് എടുക്കണം എന്ന് തീരുമാനിച്ച് കഴിഞ്ഞു, അത് 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പ്ലസ് വൺ ഒന്നുകൂടി no, never. Okay, so this is the theme of the poem and we are getting to the short note of the poem. ഈ പോയതിൻ്റെ ഈ കംപ്ലീറ്റ് പോയിന്റ്സും വെറും 4 പോയിന്റിൽ നമ്മൾ ചുരുക്കുകയാണ്. സോ ഇതുപോലത്തെ ധാരാളം ഇംഗ്ലീഷ് ചാപ്റ്റർ റിലേറ്റഡ് മാത്രമല്ല മറ്റു പല സബ്ജക്റ്റിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഷോർട്ട് നോട്ട് ആണ്. There are smooth roads and grass covered roads. അവിടെ നല്ല അടിപൊളി സൂപ്പർ റോഡുകളുണ്ട്, ഹൈവേ റോഡുണ്ട്, അതുപോലെ തന്നെ ഗ്രാസ് കവേർഡ് റോഡ്സ്. ഓക്കെ, പുല്ലൊക്കെ കവർ ചെയ്തിട്ടുള്ള അത്ര യൂസ് ചെയ്യാത്തൊരു റോഡും കാണുന്നുണ്ട്. ദ ഫോമർ റെഫേഴ്സ് ടു ഈസി ചോയ്സസ്. ആദ്യത്തേത് ഈസി ചോയ്സ് ആണ്, അല്ലേ? നല്ല ഹൈവേ കൂടി സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോവാം, അല്ലെങ്കിൽ നടന്നു പോവാം. നല്ല വഴിയാണെങ്കിൽ, നല്ല സൂപ്പർ വഴിയാണെങ്കിൽ അതിലൂടെ അടിപൊളിയായിട്ട് പോവാം. ഓക്കെ, ഈസി ചോയ്സ് ആണ്. ആൻഡ് ദ ലേറ്റർ ടു ദ ഹാർഡ് ചോയ്സ്. രണ്ടാമത്തെ വഴി ആരും പോവാത്ത വഴിയാണ്, അല്ലേ? ഇത് ആക്ച്വലി അതൊരു വഴിയായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അദ്ദേഹം ഇങ്ങനെ വരികയാണ്, നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു നല്ല വഴി, കുറച്ചുകൂടി വീതിയുള്ള സൂപ്പർ വഴി കാണുന്നുണ്ട്. അത്ര യൂസ് ചെയ്യാത്ത ഒരു ചെറിയ വഴി, ചിന്ന വഴി ഇവിടെയുണ്ട്. ഓക്കെ, അദ്ദേഹം ഇവിടെ കിടന്നിട്ട് ചൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണ്. ഇതാണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ്, ലൈഫാണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, ഒരു വഴി എന്ന് പറയുന്നത് ഈസിയാണ്, മറ്റത് എന്താണ്? ഹാർഡ് ചോയ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഗ്രാസി റോഡ്. അതാണ് ഹാർഡ് ചോയ്സ് എന്ന് പറയുന്നത്, ഗ്രാസ് റോഡാണ്. ദാറ്റ് ദ പോയറ്റ് ഓപ്റ്റ് ഫോർ. ആക്ച്വലി നമ്മുടെ കവി, നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്താ പറയുന്നത്, അതാണ് അദ്ദേഹം ഓപ്റ്റ് ചെയ്തത്. ഫോർ ആൻഡ് ഹീസ് ബിലോങ് ടു ദ മൈനോറിറ്റി.
മൈനോറിറ്റി, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാറുള്ളൂ, വളരെ യുണീക്കായിട്ട് ചിന്തിക്കാറുള്ളൂ. ആരും പോവാത്ത വഴികളിലൂടെ അദ്ദേഹം പോവാൻ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ പോകാറുള്ളൂ. അത് അദ്ദേഹം ചൂസ് ചെയ്തു. ദ ലാസ്റ്റ് 2 lines ഓഫ് ദ പോം, ആക്ച്വലി മൈ ഫേവറേറ്റ് ലൈൻസ് ഓൾസോ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ. അതുപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മറ്റൊരു സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന് പറഞ്ഞ മറ്റൊരു പോം ഉണ്ട്. അതിൽ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന മറ്റൊരു ലൈൻസ് ഉണ്ട്. അതെൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് the last 2 lines of the poem are exceptionally ambiguous. That was super and amazing and are interpreted differently as expressing pride and regret. അതിലൊരു പ്രൈഡ് നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിഗ്രറ്റ്, ഇനി മടങ്ങി വരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റും നമുക്ക് അതിൽ, അദ്ദേഹം അത് ചൂസ് ചെയ്തല്ലോ എന്നുള്ളൊരു പ്രൈഡും മടങ്ങി വരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റും സീൻ എന്നുള്ളൊരു സാധനം നമുക്ക് എന്താക്കാൻ പറ്റും, ആ 2 ലൈൻസിൽ കാണാൻ പറ്റും. 2 ഇമോഷൻസ് ഇൻ 1 line, 2 lines. ഓക്കെ, നോക്കാം. മോസ്റ്റ് പീപ്പിൾ ടേക്ക് മോസ്റ്റ് ട്രാവൽ റോഡ് ഇൻ ദ ലൈഫ്. ജീവിതത്തിൽ പലരും സഞ്ചരിച്ച വഴിയിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത്, പലരും സഞ്ചരിക്കുന്നത്. ഉണ്ടോ, നമ്മുടെ പാരൻസ് എന്താണോ പ്രൊഫഷൻ അതിലേക്കായിരിക്കും നമുക്കും താല്പര്യം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാം. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് പേവ്ഡ് വിത്ത് ഒബ്സ്റ്റക്കിൾസ്. അതിൽ പ്രയാസങ്ങൾ എന്തില്ല, വിരിക്കപ്പെട്ടിട്ടില്ല. അതായത് ഓൾറെഡി ആൾക്കാർ ചൂസ് ചെയ്യുന്ന സിലബസ് തന്നെ, ആൾക്കാർ ചൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഫഷൻ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക. വളരെ മൈന്യൂട്ടായിട്ട് മാത്രം ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പ്രൊഫഷൻ ചൂസ് ചെയ്യാതിരിക്കുക. അതാണ് പൊതുവെ എല്ലാവരും ചെയ്യാറുള്ളത്. കാരണം അതിലെന്തില്ല, പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഈ ഒരു ഇതെടുത്താൽ നല്ല സ്കോപ്പ് ഉണ്ട്, എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ്, ഞാനും എടുക്കുന്നു, അത് തന്നെ. ആൻഡ് ഡിഫിക്കൽട്ടീസ്, അവിടെ പ്രശ്നങ്ങളില്ല, ഒബ്സ്റ്റക്കിൾസ് ഇല്ല, പ്രതിബന്ധങ്ങളില്ല, പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ആസ് ഇൻ ദ മോസ്റ്റ് ഓഫ് റോബർട്ട് ഫ്രോസ്റ്റ് പോം, മിക്ക റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയങ്ങളിലുള്ളതുപോലെ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് പീപ്പിൾ സ്പീക്ക് ഇൻ ദെയർ ഡെയിലി ലൈഫ്സ്. ജനങ്ങൾ അവരുടെ സാധാരണ ജീവിതത്തിൽ സംസാരിക്കുന്ന തരത്തിലുള്ള സിമ്പിൾ ലാംഗ്വേജ് ആണ് ആക്ച്വലി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയുമാണ് ആക്ച്വലി ഇതിൻ്റെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ സമ്മറി എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരെ ലൈക്ക് ചെയ്യാൻ മറന്നത്. ഇനി നമ്മൾ നേരെ പറയാൻ പോകുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിലേക്കാണ്. അതിന് മുമ്പ് നമ്മുടെ ഫോം കംപ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അവർക്ക് സപ്പോസ് ചിലപ്പോൾ പോയത്തിൻ്റെ തീമോ അല്ലെങ്കിൽ ഇത് നോട്ട്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടായിരിക്കും. സോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ ആ ഒരു ഫേവറേറ്റ് ലൈൻ കൊടുക്കുന്നതിന്, ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽ ബൈ. വളരെ കുറച്ച് മാത്രം ട്രാവൽ ചെയ്ത ആ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തു. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. അതാണ് എൻ്റെ മുഴുവൻ ജീവിതത്തിന് ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയത്. ഈ ഒരൊറ്റ ലൈന് നോക്കിയടാ, എത്ര ഇമോഷൻസ് ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ പോസിറ്റീവായിട്ടും പിന്നെ അതിന് നെഗറ്റീവായിട്ടും കാണാം. ഓക്കെ, എൻ്റെ ജീവിതം മൊത്തം തകർന്ന് ഞാൻ +1 ആ സാധനം എടുത്തിട്ടാണ്. എങ്ങനെ പറയാം, എൻ്റെ ജീവിതം ഇത്രയും അടിപൊളിയായിരുന്നു ഞാൻ +1 ആ സീറ്റ് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആ കോഴ്സ് എടുത്തിട്ടാണ് എന്ന് പറയുന്നത് പോലെ, ആസ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ആ ഒരൊറ്റ കാര്യമാണ് എല്ലാ ചേഞ്ചിനും കാരണം. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പറയാം. അതിലൊരു പ്രൈഡും അതുപോലെ തന്നെ എന്തുണ്ട്, റിഗ്രറ്റും അതിലുണ്ട്. യെസ് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്, ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മുടെ മെയിൻ പരിപാടി, എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ ഫോർ യു അപ്കമിങ് എക്സാമിനേഷൻ. നോക്കാം. ദ റോഡ് നോട്ട് ഫസ്റ്റ് ലോങ് ടൈപ്പ് ഷോർട്ട് ആൻസർ ടൈപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ റോഡ് നോട്ട് ടേക്കൺ ഈസ് എ മെറ്റഫർ ഫോർ ലൈഫ്. ഇത് ലൈഫിനെ മെറ്റഫർ ചെയ്തല്ലേ, ലൈഫുമായിട്ട് കമ്പയർ ചെയ്തതാണ്. ആക്ച്വലി നമ്മൾ നേരത്തെ പിക്ചറൊക്കെ വരച്ച് കാണിച്ചു തന്നു റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ. ആക്ച്വലി ദാറ്റ്സ് എവ്രി വൺസ് ലൈഫ്. വി ഓൾസോ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ വെൻ വി ആർ ഫേസിങ് ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വാട്ടെവർ. ഏതായാലും ലൈഫിൻ്റെ ഒരു മെറ്റഫറായിട്ടാണ് ഇവിടെ കൊടുത്തത്. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം, ന്യായീകരിക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകണം, ശരിയാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഇതിൽ ലൈഫാണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കൊടുക്കണം. ജസ്റ്റിഫൈ ദ ടൈറ്റിൽ. അതുപോലെ തന്നെ ടൈറ്റിലിനും നിങ്ങൾ എന്താക്കി ന്യായീകരിക്കുക എന്നാണ് പറയുള്ളത്. യെസ്, വി ഹാവ് ടു ഡു ദാറ്റ്. സിമ്പിളാണ്, കാരണം ഇത് ഷോർട്ട് ആൻസർ ആണ്. ലെങ്തി ആകുമ്പോഴാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് വരിക, കാരണം കുറേ ചിന്തിച്ച് എഴുതാൻ അതിലെ പോയിന്റ്സ് ഒക്കെ ആക്കിയതിനാണ്. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. കണ്ടോ, ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യു ഗൈസ് ക്യാൻ റൈറ്റ് യുവർ ഓൺ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസറും ഇതും കമ്പയർ ചെയ്യുക. ദാറ്റ്സ് വുഡ് ബി ബെറ്റർ. പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ ബെറ്റർ ആണ്. എന്താ നമുക്ക് ചെയ്ത് നോക്കാം. ദ റോഡ് നോട്ട് ടേക്കൺ, ഫ്രോസ്റ്റ് യൂസസ് ദ ഫോർക്ക് ഇൻ ദ റോഡ് ആസ് എ മെറ്റഫർ ഫോർ ദ ചോയ്സ് വി മേക്ക് ഇൻ ലൈഫ്. ഇത് ആക്ച്വലി ശരിക്കും അത് അംഗീകരിക്കുകയാണ്. ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കണം. കാരണം റോബർട്ട് ഫ്രോസ്റ്റ് ഇതിനൊരു ലൈഫിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ ചോയ്സിനെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ദസ് ദ 2 roads are in fact 2 alternative ways of life. 2 ചോയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ 2 വഴികളാണ്. അതുപോലെ തന്നെ they represent 2 direction and 2 option.
open to the poet. പോയറ്റിലെ മുന്നിലേക്ക് വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്, ജീവിതത്തിലെ രണ്ട് ഓപ്ഷൻസ് ആണ്. അത് മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, രണ്ട് ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് ഓപ്ഷൻ ആണ്. ആൻഡ് ഹി ഹാസ് മെയ്ഡ് എ ചോയ്സ്, അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഹി ഹാസ് ഓപ്റ്റഡ് ഫോർ ദ റോഡ് വിച്ച് ഈസ് ലെസ് ട്രാവൽഡ് ബൈ, ആൾക്കാർ തീരെ യൂസ് ചെയ്യാത്ത, ആൾക്കാർ വളരെ സഞ്ചരിക്കാൻ മടിക്കുന്ന ഒരു വഴിയാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി ലീവ്സ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ, മറ്റേ വഴി മറ്റൊരു ദിവസം വന്നിട്ട് എന്താക്കാം, യാത്ര ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ബിക്കെയിം ഇംപോസിബിൾ ടു കം ബാക്ക് ഓൺ ദ റോഡ് വൺ ഹാസ് ലെഫ്റ്റ്, ഒരാൾ ഒഴിവാക്കി പോയ വഴിയിൽ രണ്ടാമത് വന്ന് സഞ്ചരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് ഇമ്പോസിബിൾ. യെസ്, ഓക്കെ, നടക്കൂല. വൺ ചോയ്സ് മേക്ക് ഓൾ ദ ഡിഫറൻസ് ഇൻ വൺ ലൈഫ്, ഒരാളുടെ ജീവിതത്തിൽ ചോയ്സ് ആണ് എല്ലാ ഡിഫറൻസും ഉണ്ടാക്കുന്നത്. ഹെൻസ്, എന്നാലും ദ ടൈറ്റിൽ ഈസ് അപ്രോപ്രിയേറ്റ് ആൻഡ് ലോജിക്കൽ, ഈ ടൈറ്റിൽ വളരെ ലോജിക്കലാണ്, അപ്രോപ്രിയേറ്റ് ആണ്. ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പക്ഷേ ഷോർട്ട് ആൻസർ ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചുരുക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. Why did the poet leave the first road? എന്തുകൊണ്ടായിരിക്കും പോയറ്റ് ആദ്യത്തെ റോഡ് വെറുതെ വിട്ടത്? Did he ever get a chance to walk on the road he had left for another day? ഏതെങ്കിലും ദിവസം മറ്റൊരു ചാൻസ് കിട്ടും അദ്ദേഹത്തിന് ആ ഒരു റോഡ് പോകാൻ? ആക്ച്വലി സാധാരണ നമ്മൾ വഴി എന്ന് വെക്കരുത്, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ചോയ്സസ് ആണ് ഇവിടെ ഉദ്ദേശം. നോക്കാം, ആൻസറിലേക്ക് നോക്കാം. ദ പോയറ്റ് ലെഫ്റ്റ് ദ ഫസ്റ്റ് ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. ദ പോയറ്റ് ലെഫ്റ്റ് ദ ഫസ്റ്റ് റോഡ് ആൻഡ് ചൂസ് ദിസ് അതർ വൺ വിച്ച് വാസ് ലെസ് ട്രാവൽഡ് ആയിട്ടുള്ള വഴിയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഗ്രാസി ആയിട്ടുള്ള റോഡാണ്. ആൻഡ് വാണ്ടഡ് വെയർ ആണ്, ഇറ്റ് മീൻസ് ഗ്രാസി അല്ലെങ്കിൽ യൂസ് ചെയ്ത റോഡാണ്. ഹി ലെഫ്റ്റ് ദ ഫസ്റ്റ് റോഡ് ഫോർ അനദർ ഡേ, ആദ്യത്തെ റോഡ് മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ബട്ട് ഈ ജെന്യൂൻ ഡൗട്ട്, അദ്ദേഹത്തിന് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ട്. എന്താണ് ഡൗട്ട്? ഹി ന്യൂ ദാറ്റ് വൺ പാത്ത് ലീഡ്സ് അനദർ ആൻഡ് ദെൻ ഹി വുഡ് നോട്ട് ഗെറ്റ് എ ചാൻസ് ടു ഗോ ബാക്ക്. ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നു, അവിടെ നിന്ന് മറ്റൊരു വഴിയിലേക്ക്. ജീവിതം ഇങ്ങനെ എന്താ പറയുക, ഫുൾ ഓഫ് നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ പല വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് തിരിച്ചു വരാനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് പോയിട്ടിന് അറിയാം. ഓക്കെ, ദാറ്റ്സ് സപ്പോസ് ആൻസർ. യു ഗൈസ് ക്യാൻ ആൻസർ യുവർ സെൽഫ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയുമായിരിക്കും നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ സ്ക്രോൾ പോകുന്നുണ്ട്. നിഞ്ച ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ എടുക്കാൻ. നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സാംസ് നമ്മൾ നടത്തുന്നതാണ്. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും എക്സാംസ് നടത്തും. നിങ്ങളെ തന്നെ ഒരു മെഷർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെയിൻ എക്സാമിന് മുന്നോടിയായിട്ട് വേറെ എക്സാമുകൾ ഉണ്ടായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്പിലേക്ക് അവൈലബിൾ ആയിരിക്കും. ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് നമ്മുടെ ഒരു വർഷത്തെ കോഴ്സ് ലഭിക്കുന്നത്. സോ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്യുക. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ നോക്കിയാൽ മതി. കുറച്ച് കാര്യങ്ങളൊക്കെ സ്ക്രോളായിട്ട് പോകുന്നുണ്ട്. സെറ്റാക്കാം, പവറാക്കാം. യെസ്. നെക്സ്റ്റ് വൺ. Okay, next question. Which road does Robert Frost choose and why? റോബർട്ട് ഫ്രോസ്റ്റ് ഏത് റോഡാണ് ചൂസ് ചെയ്തത്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. റോബർട്ട് ചൂസ് ദ സെക്കൻഡ് റോഡ് ലെസ് ട്രാവൽ ബൈ ദ ട്രാവലേഴ്സ്, വളരെ ആൾക്കാർ യൂസ് ചെയ്യാത്ത ഒരു റോഡാണ് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഹി ചൂസ് ദ സെക്കൻഡ് റോഡ് ബിക്കോസ് ഇറ്റ് വാസ് മോർ ഇൻവൈറ്റിംഗ് ആൻഡ് വാണ്ടഡ് ടു വെയർ. അത് കൂടുതൽ എന്താക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ വാണ്ടഡ് വെയർ, അത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ വഴിയിലൂടെ ആൾക്കാർ പോയിട്ടില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്, അത് വീണ്ടും ആൾക്കാർ പോയി പരിചയമാവേണ്ടതുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. ഡിസ്കസ് ദ ടൈറ്റിൽ ഓഫ് ദ പോം ദ റോഡ് നോട്ട് ടേക്കൺ. ഇസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ പോം? ഇത് നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ സിമ്പിളായിട്ട് കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൻ്റെ ലോങ് ആൻസർ ആണെങ്കിൽ എങ്ങനെ സപ്പോസ് ആൻസർ ചെയ്തെന്നാണ് പറയാൻ പോകുന്നത്. കണ്ടോ, യെസ്, ഇറ്റ്സ് ആപ്റ്റ് ബിക്കോസ് ദ ടൈറ്റിൽ ഓഫ് ദ പോം കൺസേൺ എ ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു റോഡ്സ് ബൈ എ പേഴ്സൺ വാക്കിംഗ് ദ വുഡ്സ്. ഒരു കാട്ടിലൂടെ ഒരാൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് വഴി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏതോ ഒന്ന് ചൂസ് ചെയ്യണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ തന്നെയാണ്. ഹി വുഡ് ഹാവ് ലൈക്ക് ടു എക്സ്പ്ലോർ ദ ബോത്ത് റോഡ്സ്. അദ്ദേഹത്തിന് രണ്ട് റോഡും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കാം. ബട്ട് ഹി നോസ് that he can't walk on both road at the same time. അതേ സമയത്ത് രണ്ട് റോഡും എന്താക്കാൻ കഴിയില്ല,
നടക്കാൻ കഴിയില്ല. He chooses the road not traveled on by too many people and many years later. Okay, അദ്ദേഹം ആൾക്കാർ chooses the road not traveled on by too many years. അതായത് ധാരാളം ആൾക്കാർ വർഷങ്ങളോളമായിട്ട് ഉപയോഗിക്കാത്ത വഴിയാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. And he feels that all the difference in life is because of that choice of the road he had made. അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു തീരുമാനം, ആ ഒരു റോഡ് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം. ആ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കിയേക്കാം. തൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ മാറിപ്പോയിട്ടുണ്ടായേക്കാം. എന്ത് തന്നെയാണെങ്കിലും അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കിയിരുന്നതാണ്. ഇതുപോലെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മറ്റൊരു ക്വസ്റ്റ്യനോട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഐ ഹോപ്പ് യു ഗൈസ് കുഡ് എൻജോയ് ദിസ് സെഷൻ. ഈ ചാപ്റ്ററും അതുപോലെ ഈ പോം അതുപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അത്രയും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അത്രയും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം ഇത് എഴുതുന്നത്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഏത് ചാപ്റ്ററാണ് നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യേണ്ടത്, ഏത് പോമാണ്, ഇത് പ്രോസ് ആണ്, ഈ ഒരു രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട യൂട്യൂബിൽ വീഡിയോ ഇടേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ സ്ലൈഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്കിലൂടെ കയറുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഐ ഹോപ്പ് യു ഗൈസ് കുഡ് enjoyed it and used it. Okay, whatever, നമ്മൾ wind up ചെയ്യാണ്. Thank you. Let's see another video with another session. Until then, it's a bye. Thank you. My name is JD. Okay, bye bye.